ഇത് രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ വീഡിയോ കണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് ഇതിൻ്റെ കടിയും തലയൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് ഒരു 10 കൊല്ലം മുന്നാണ്, 12 കൊല്ലം മുന്നേ. ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ കേട്ടാ, 29/3/2026. 10 എത്ര കൊല്ലമായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ തെങ്ങേറ്റക്കാരാളെ കിട്ടാൻ വേണ്ടി ഞാൻ ലോകത്തുള്ള തെങ്ങ് പലയിടത്തും എടുത്തിട്ട് സുധാകരൻ തന്നെ ഒരുത്തുണ്ടായിരുന്നു നേവി നഗറിലുള്ളത്. അപ്പോൾ ഓൻ മലയാളിയാണ്. ഓനോട് പറഞ്ഞു, ഇത് ലോകത്തുള്ള തെങ്ങൊക്കെ എടുത്തോ, ഞാൻ എൻ്റെ കൂടെ ജോലി പേടിയും പേടിക്കേണ്ട. ആ പാഹ എന്നെ ചതിച്ച് സുധാകരൻ. ഓൻ ലാസ്റ്റ് കവുത്തിൽ കയറിട്ടിട്ട് തൂങ്ങി മരിക്കുകയും ചെയ്ത്. ഓൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ അലിവാക്കിലും പലയിടത്തും ബാസിലും നിരൂളിലും ഷട്ടർച്ചേൻ്റെ അവിടേക്കൊക്കെ ലോകത്തുള്ള തെങ്ങൊക്കെ എടുത്തിട്ട് അന്ന് തെങ്ങേറ്റക്കാരെ 1-2 വേറെ ഉണ്ടായിരുന്നു. ഇവനും എന്നോട് പറഞ്ഞിട്ടോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യയും കുട്ടികളായിട്ടുണ്ട് പോരാന്ന് പറഞ്ഞിട്ട് 10-15 കൊല്ലത്തിന് വീതമായി തോന്നുന്നു, ഇപ്പോൾ ഓർമ്മ കിട്ടണില്ല. അങ്ങനെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളായിട്ട് കൊടുന്ന പാടി ഈ പഹം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ഇവന് എമ്മത്തും വന്നില്ല. ഞാനവിടെ തുടങ്ങി കരച്ചിൽ. എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന തെങ്ങേറ്റക്കാരൻ മറാഠിക്കാരുണ്ടായിരുന്നു ജഗദീഷ് എന്ന് പറഞ്ഞിട്ട്. ഓൻ്റെ ഭാര്യ വേറൊരു ചെക്കൻ്റെ കൂടെ പ്രേമിച്ചിട്ട് ഓനെ പിടിച്ച് ആകെ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഓനെ ജയിലിൽ കൊണ്ടിട്ട്. അങ്ങനെ ഓൻ കുറേ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ തെങ്ങേറ്റക്കാരൊന്നും ഇല്ലാതായി. അവസാനം ഇവൻ ചതിച്ച് അവസാനം ഇക്ക് ആരും ഇല്ലാതെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളായിട്ട് വന്നിട്ട് ഞാൻ ഇരുന്ന് കരയേറിയിരുന്നിട്ട് എൻ്റെ റബ്ബിന് അള്ളാഹുവിന് റസൂലിന് മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന. ഇത്രയും പണം കൊണ്ടുപോയിട്ട് പലയിടത്തും ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസ മൊത്തം തെങ്ങുന്തോട്ടത്തിലാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ നിങ്ങൾ ചേർക്കണ്ടാവും ഞാൻ നല്ല കോടീശ്വരം പുരുഷനൊക്കെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കാണ്, എനിക്കല്ല. ഞാൻ 13.25 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് അതിൽ നല്ലൊരു വീടും വെച്ച് അത് വിറ്റ 1 കോടി രൂപ മുതലുണ്ടാവും. അത് കൂടാതെ കുറച്ച് സ്ഥലം കൂടുതൽ മേടിച്ചിട്ടുണ്ട്, കുറച്ച് അത് 1 ഏക്കറിൻ്റെ ചുവടെ. അപ്പോൾ അതൊക്കെ പാടെ ഇപ്പോൾ കഥ പറഞ്ഞതും വേറെ ഞാൻ പറഞ്ഞത് മറന്ന്. അങ്ങനെ അവസാനം തെങ്ങേറ ആളെ കിട്ടാതായപ്പോൾ എൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഉമ്മർക്കാൻ ഒരാൾ, മൂപ്പരാർ ഇവിടെ ബോംബെയിൽ എങ്ങനെ എന്നെ കണ്ടുമുട്ടി ആദ്യമായിട്ട്. അങ്ങനെ ഞാൻ ഉമ്മർക്കാരോട് സങ്കടം പറഞ്ഞു, ഉമ്മർക്ക് അതാണ് സംഭവം, എനിക്ക് തെങ്ങേറ ആളെ കിട്ടണം ചെന്ന് ഞാൻ ആകെ പ്രയാസത്തിൽ. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ വന്നിക്കണേ ചെമ്പൂരിൽ താമസിക്കുക. അപ്പോഴാണ് ഉമ്മർക്ക പറഞ്ഞു, മാനു അജ്ജി ഒരു കാര്യം ചെയ്യും, മലയാളം മനോരമയിൽ പത്രത്തിൽ ആളാവശ്യമുണ്ടെന്ന്, തെങ്ങേറിന് ആളാവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്താളെ, അത് മലപ്പുറം ജില്ലയിലേക്കാണ് കൊടുത്താളെന്നും പറഞ്ഞു. അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് ഞാൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അബ്ദുള്ളാജിയാരുണ്ട്, നൂർ ഗോൾഡിൻ്റെ മുജീബ്, ഓനോട് ചോദിച്ചൊക്കെ അറിയാം. ഇതൊക്കെ വായിച്ചിരിക്കണം ആ മലപ്പുറം. അപ്പം ഓനക്ക് മനസ്സിലാക്കുന്നത് ഇത് മാനു എന്നുള്ള എൻ്റെ പേര് എഴുതിക്കണം, മുഹമ്മദ് റാഫി എന്നുള്ളതൊക്കെ. അങ്ങനെ കുറേ ആൾക്കാർ എന്നെ ബന്ധപ്പെട്ട് അങ്ങനെ അവിടുന്ന് പലയിടത്തുനിന്ന് ആൾക്കാർ വന്ന് തെങ്ങേറാണ്. പക്ഷെ ആർക്കും ഇവിടെ പറ്റണില്ല. ഒക്കെ ഒരാഴ്ച നിന്നിട്ട് പോയി. അവസാനം കോഴിക്കോട്ടേരെ റസാഖ് ഉണ്ടായിരുന്നു. ആ റസാഖ് ബായി പാവം ഓൻ ഇവിടെ വന്ന് ഓൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് തന്നെ, പൊന്നാര മാനം ഇത് നമുക്കൊണ്ട് പറ്റൂല. കാരണം ജി പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് വലിയ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് വലിയ ഇടങ്ങറ് പിടിച്ച തെങ്ങാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഇജ്ജെന്നെ പാവം എനിക്ക് പറഞ്ഞു തരികയാണ്. ഓൻ പറയാം, മൂപ്പരെ പറയും ഞാൻ നാളെ ടിക്കറ്റ് എടുത്ത് പോവുകയാണ് മാനു, എനിക്ക് ഇത് ശരിയാവില്ല. മൂപ്പരെ വലിയ തെങ്ങേറ്റക്കാരനാണ്, അവിടെ നാട്ടിൽ 10-60-70 തെങ്ങേറുന്ന ആളാണ്. ആ ആൾ പറയാണ് ഇവിടെ വന്നിട്ട് എനിക്കിവിടെ പറ്റണില്ല, ഇജ്ജ് ഒരു കാര്യം ചെയ്യ്, അണക്ക് തെങ്ങേറാൻ ആളെ കിട്ടാൻ പ്രയാസമാണ്. ഇജ്ജ് കണ്ട തെങ്ങൊക്കെ എടുത്തിട്ട് ഇജ്ജ് എങ്ങനെയെങ്കിലും ചെറിയ തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറിക്കോ, എന്നിട്ട് ചെറുതിൻ്റെ മുകളിൽ കയറി പഠിക്കുക. എന്നിട്ട് എൻ്റെ ആവശ്യത്തിന് എൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നീ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്തോ. അല്ലാതെ ഇജ്ജ് കണ്ടമാനം നീ തെങ്ങെടുക്കണ്ട. ഇജ്ജ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇവിടെ ബോംബെയിൽ കാറ് നോക്കണം, ജനങ്ങളെ നോക്കണം, പിന്നെ ഒരു തെങ്ങിൻ്റെ മുകളിൽ 3/4 മണിക്കൂർ ഇരിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യനക്ക് നടക്കൂല മാനു. അപ്പോൾ അതുകൊണ്ട് ഇജ്ജ് അങ്ങനെ ഇത് ഞാൻ പറയില്ല, എല്ലാവരും പറയുന്നുണ്ട് അള്ളാഹിനെ വിളിക്കേണ്ട, റസൂലിനെ വിളിക്കേണ്ട, കാട്ടുള്ള വീരപ്പനെ വിളിച്ചോ. സത്യം പറയുമ്പോൾ ഞാൻ വിളിക്കാതെ, ഞാൻ എൻ്റെ റബ്ബ് അള്ളാഹു റസൂലോ, അള്ളാഹിനും റസൂലിനും സത്യം ഞാൻ പറയാം, അല്ലെങ്കിൽ എന്നെ റബ്ബ് നരകത്തിക്കാണ്ട് വലിച്ചിട്ടോട്ടെ. ഞാൻ അതിന് ഭയപ്പെടാത്ത ഒരാളാണ്, തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയമുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ അള്ളാഹിനും റസൂലിനും സത്യം പറയുകയാണ്. അവസാനം ആ മനുഷ്യൻ പറഞ്ഞതുണ്ടല്ലോ, ആ മനോരമയിൽ അന്നത്തെ കാലത്തിൽ ചെറിയൊരു ലിസ്റ്റ് കൊടുക്കാൻ അന്നൊക്കെ 3500 റുപ്യോളൊക്കെ അയക്കണം. 3000-3500 ആയി മലപ്പുറം ജില്ലയിലേക്ക് മാത്രം റിപ്പോർട്ട് കൊടുക്കാൻ. ആ മനുഷ്യൻ അവസാനം ഒക്കിൻ്റെ പൈസ വെള്ളത്തിലായി 3500. പക്ഷെ എന്താണ്, ആ റസാഖ് ബായ് എന്നോട് പറഞ്ഞു, കോഴിക്കോട്ടുകാരൻ എന്നോട് പറഞ്ഞ് ചെറിയ തെങ്ങിൻ്റെ മുകളിൽ. അങ്ങനെ ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് അള്ളാഹിനെ റസൂലിനെ വിചാരിച്ച് ചെറിയ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട്, നിങ്ങളത് അറിയാനായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രമാണ്. ഇവിടെ നിന്നല്ല, വലിയ അവിടെ ഓവൽ മൈതാനത്ത് ആ വലിയ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ചർച്ച് ഗേറ്റിൽ, ആ മൈതാനത്ത് ഞാൻ ആദ്യമായിട്ട് ഇതേമാതിരി വലിയ തെങ്ങ്, ഇതൊന്നുമല്ല അതിനെക്കാട്ടി കുറച്ച് വലിപ്പമുള്ള തെങ്ങിൻ്റെ മുകളിൽ കയറുകയാണ്. ആദ്യം 2 ചെറിയ തെങ്ങിൻ്റെ മുകളിൽ കയറി പഠിക്കുകയല്ലേ. അവസാനമൊക്കെ എൻ്റെ വണ്ടി ഉണ്ട് ഇങ്ങനത്തെ. അവസാനം ഞാൻ എന്ത് ചെയ്ത്, അവസാനം എൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ അളിയൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ അബി ഇവിടെ ചമ്മറവട്ടത്തിലുള്ളത്, ഓനോടാൻ പറഞ്ഞു, എടാ മാമനക്ക് എങ്ങനെടാ ഉണ്ണിയ കടയിൽ കച്ചവടം ചെയ്യാനില്ല, ഒരു തെങ്ങിൻ്റെ മുകളിൽ നിറവുള്ളത് കയറിയാലൊന്ന്. അപ്പോൾ ആ കുട്ടി വരുന്ന മാമങ്ങൾ ഇതിമ നിറവുണ്ട്, അതിമാണ്ട് കയറിക്കോളിന്ന്. അതിമാണ്ട് കയറി ആദ്യമായിട്ടിട്ട് അന്നത്തെ കാലത്ത്
അതിമട് കയറിയപ്പോൾ എൻ്റെ പൊന്നാറബ്ബ ഞാൻ എൻ്റെ അള്ളാഹിനെ റസൂലിനെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ മുകളിൽ ആദ്യം കയറിയിട്ട് അങ്ങോട്ട് പകുതി എത്തിയപ്പോൾ മുക്കാൽ ഭാഗം എത്തിക്കപ്പോൾ എൻ്റെ കയ്യും കാലും വിറക്കൽ തുടങ്ങി. നമ്മൾ കയറ്റക്കാരനല്ലല്ലോ. കയ്യും കാലും വിറക്കുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അത്രയും താഴെ, അവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് കുറേ കയറാൻ. പടച്ചോനെ ഞാൻ എന്താ ചെയ്യുക, തെങ്ങച്ച നിറഞ്ഞ് നിൽക്കുക, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ അത്രയും പരിചയമില്ലല്ലോ. പടച്ചോനെ ഞാൻ റബ്ബാണ് അള്ളാഹിനെ കുറിച്ച് ഞാൻ കരഞ്ഞിക്കണെങ്കിൽ ഞാൻ പറഞ്ഞു അബിയ എൻ്റെ ഞാൻ ചിലപ്പോൾ കൈ വിടട ഉണ്ണിയ എനിക്ക് വെയ്യട മുത്തേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു മാമങ്ങളൊന്നും ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ കയറിക്കൂടി വേഗം എന്നുള്ളത് ഓൻ്റെ വാക്ക് കേട്ടിട്ട് വേഗം എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങോട്ട് കയറി കുത്തിയിരുന്നു. അവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനി അപ്പോൾ അടുത്തൊന്നും തെങ്ങുമ്പോൾ കയറൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്യത്താക്കി. പക്ഷേ ഇങ്ങനെയൊക്കെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഞാൻ ചെറിയ തെങ്ങിൻ്റെ മുകളിൽ എത്തിപ്പിടിച്ച് കയറിയിട്ട് ഇപ്പം എൻ്റെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ വിചാരിച്ച എല്ലാ സ്വപ്നങ്ങളും അള്ളാഹു എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ല. ഞാൻ നല്ല ചെറുപ്പം മുതൽ 9 വയസ്സിൽ അധ്വാനിക്കൽ തുടങ്ങിയതാണ്. 9 വയസ്സിൽ അധ്വാനിക്കുന്ന സമയത്ത് മൈതാനത്ത് സൈക്കിൾ വണ്ടിൻ്റെ മുകളിൽ ഇളനീ നിറച്ചിൽ ഉന്തി കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ ചർച്ച് ഗേറ്റ് നാരായണട്ടുണ്ട് റെഡിമെയ്ഡ് കച്ചവടം ചെയ്യണേ. ആ നാരായണ എന്നോട് പറഞ്ഞ് മാനിയോ ഇടജിങ്ങനെ സൈക്കിൾ വണ്ടി. അപ്പോൾ ഞാൻ കിതച്ച് കുത്തിയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇടജ് ചെറിയൊരു പെട്ടി വണ്ടി എടുത്തോ. ഇങ്ങനത്തെ ഒരു പെട്ടി വണ്ടി എടുത്തിട്ട് അതിൽ കുറച്ച് ഇളനീന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നാരായണ എനിക്ക് ലൈസൻസ് ആക്കി വേണ്ട, വാഹനം ഓടിക്കാൻ അറിയില്ല. അതൊക്കെ കണ്ട് പഠിക്കടജ് എന്തിനാ ആ മനുഷ്യൻ പറഞ്ഞു നോക്ക്, ഒരു മലക്കിൻ്റെ രൂപത്തിലാണ് ഓരോ മനുഷ്യനെ നമ്മളെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക. നമ്മൾ മനസ്സിലാക്കണം. ആ നാരായണൻ പറഞ്ഞപ്പോൾ ഞാൻ അയിമ കരുതിയത് ശരിയാണെന്നുള്ളത്. അങ്ങനെ ചെറിയൊരു വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി ഇപ്പോഴൊന്നുമില്ല, ഇത് 3ാമത്തെ വണ്ടിയാണ്, 3ാമത്തെ തോന്നണേ. അങ്ങനെ ആ വണ്ടി എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഞാൻ 9 വയസ്സിൽ എൻ്റെ ജീവിത ചരിത്രങ്ങൾ എഴുതി കുറിക്കൽ തുടങ്ങിയതാണ്. ഒരു സെക്കൻഡിലും എൻ്റെ ജീവിതമുണ്ട്, ഒരു മിനിറ്റിലും എൻ്റെ ജീവിതമുണ്ട്, ഒരു ദിവസത്തിലും ജീവിതമുണ്ട്, ഒരു കൊല്ലത്തിൽ എത്ര മാസമുണ്ടോ, എത്ര ദിവസമുണ്ടോ, എത്ര മിനിറ്റ് ഉണ്ടോ, എത്ര സെക്കൻഡ് ഉണ്ടോ, എൻ്റെ ജീവിത ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ല. കാരണം അത്രയ്ക്കും ചോര നീരായിട്ട് അധ്വാനിച്ച് ഇങ്ങോട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്താണ് എൻ്റെ. പക്ഷേ ഒരാളെ ₹1 ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിക്കുക ഇതുവരെയും ചെയ്തിട്ടില്ല. ആരെങ്കിലും പറ്റിച്ചിട്ട് നുണ പറഞ്ഞിട്ട് ഓൻ്റെ കുറേ ആയിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ വീഡിയോ എടുത്ത് വിടണമല്ല, എനിക്ക് ഒരാളെ പൈസക്ക് ആഗ്രഹിച്ച് വീഡിയോ എടുത്ത് വിടണമല്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം കിടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറുമ്പോൾ ചൂടെടുത്തിട്ടും തലൻ്റെ ഉള്ളിൽ പുഴുക്കെടുത്തിട്ടും ആകെ കൊണ്ട് വേദന സഹിക്കുമ്പോൾ അപ്പോൾ കൊണ്ട് മൊബൈൽ എടുക്കും, വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടി. ഇപ്പം നോക്കാൻ സമാധാനമായി. ആ വേദനയും മാറി കുറച്ച് നേരം വീഡിയോ എടുത്ത് തലക്കും കണ്ണിനും മൂക്കിനും ചെവിക്കും എന്തോ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നെടുത്ത് വിടണമല്ല. ഇനി ഇതുപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ സംസുക്കോടെ കാത്തിക്കണ്ട. അസ്സലാമു അലൈക്കും. ഈ തെങ്ങ് എന്ന് പറയുന്നത് കേരളീയർക്ക്, മലയാളികൾക്ക് ഭയങ്കര വൈകാരിക അടുപ്പമുണ്ട്. കേരളം എന്ന പേര് വന്നത് തന്നെ കേരളം അങ്ങനെയാണെന്ന് പറയാറുണ്ട്. കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായ അടുപ്പമുള്ള ഒരു മരമാണ്. മുംബൈയിലെ നഗരത്തിലും കാണാം നിരവധി തെങ്ങുകൾ. തിരക്ക് പിടിച്ച നഗരത്തിൽ തെങ്ങ് കയറാൻ ഒരു മലയാളിയുമുണ്ട്. മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങ് കയറ്റ വിശേഷങ്ങളാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവെക്കുന്നത്. അപ്പം മുംബൈയിലെ തെങ്ങുകൾ, മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങ് കയറ്റം കണ്ടിട്ട് വരാം. നമസ്കാരം. കേരം തെങ്ങും കേരള നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വേണം മുംബൈയിലേക്ക് എത്താൻ. മുംബൈയിലെത്തി നിൽക്കുമ്പോൾ അവിടെയും നിരവധി തെങ്ങുകൾ. മുംബൈ നഗരത്തിനകത്തുള്ള ഇത്രയധികം തെങ്ങുകളുള്ളപ്പോൾ അതിലൊക്കെ കയറുന്നത് ആരാകും, തേങ്ങയിടുന്നത് ആരാകും? ആ അന്വേഷണം ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ഒരു മലയാളിയിലാണ്. ആ മലയാളിയെ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെട്ട് വിശേഷങ്ങൾ. ഗേറ്റ് വേക്ക് മുന്നിലാണ് അല്ലേ? ഗേറ്റ് ഓഫിന്റെ ഈ ഭാഗത്താണ് തെങ്ങ് കയറുന്നത്. ഈ നാട്ടിലെ തേങ്ങ ഇടുന്ന പോലെയല്ല ഇതിവിടെ. ഈ സിറ്റിയാണ്, താഴെയൊക്കെ വണ്ടികൾ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ജോലി ചെയ്യാണ്. കാരണം ഇതിന്റെ ചരിത്രങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷം 9 വയസ്സിൽ ബോംബെ നഗരത്തിലേക്ക് ചാടിയ ഒരു വ്യക്തിയാണ്. 9 വയസ്സിൽ വന്നോ? 9 വയസ്സിൽ വളരെ കുട്ടിയാകുമ്പോൾ. 9 വയസ്സിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു മണ്ണെണ്ണ ഉണ്ടല്ലോ, അതിന്റെ ഒരു ടാങ്കി, ആ മണ്ണ ടാങ്കി അങ്ങോട്ട് അതിൻ്റെ ആഫ് മണ്ണെണ്ണ ആയപ്പോൾ അവർ അതിൻ്റെ കടക്കാരൻ എന്ത് ചെയ്ത് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ടയറും നട് വെച്ചു കൊടുത്ത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു മദ്രസ വിടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു മദ്രസ വിടലുണ്ട്, കുട്ടികൾക്കൊന്ന് മൂത്രയിക്കാൻ വേണ്ടി പോകുമ്പോൾ. അതിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് മൂത്രയിച്ച് വരുന്ന സമയത്ത് ഏതോ കുട്ടിയെ കൊണ്ടിട്ടാണ് മറിച്ചിട്ട് ആ വഴി കൂടെ ഞാനാ വരുന്നത്. അപ്പോൾ ആ കടക്കാരൻ വന്നിട്ട് ഉസ്താദിനോട് പോയി പറഞ്ഞ് നിങ്ങളെ കുട്ടികൾ ഇത്രയും മണ്ണെണ്ണ മറിച്ചിട്ട് ഒരുപാട്, അന്നത്തെ കാലത്തിട്ടോ കൊല്ലം ഒരുപാടായി, 45-46 വയസ്സായി. അപ്പോൾ ഒരു എല്ലാ കുട്ടികളുടെ വിളിച്ച ഉസ്താദ്
ആരാണ് മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ 1-2 കുട്ടികൾ പറഞ്ഞ് റാഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നോട് വിളിച്ചപ്പോൾ ഞാൻ ആ ഉസ്താദിനെ കണ്ട് പേടിച്ച് നിൽക്കുക. ആരുടെ മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് വെച്ച് ഇനി ഞാൻ മിണ്ടാതെ നിന്ന കാരണം എന്തായത് ആ വാവലേര് ഉസ്താദ് ഉണ്ടല്ലോ കാടഞ്ചേരിയുള്ളത്, അന്ന് ഞങ്ങളെ മറവഞ്ചേരിയിലാണ് പഠിപ്പിക്കണത്. അതും കട്ട് പുളിയുടെ കൊമ്പുണ്ടല്ലോ അത് എടുത്തിട്ട് അത് പൊട്ടോളിട്ടുണ്ട് അടിച്ച് അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒപ്പം എന്നോട് എന്താ പറഞ്ഞാരോ, ഉപ്പാടെ കുട്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ഉസ്താദിനോട് പോയി ചോദിച്ചോണ്ട് ആ ഉസ്താദിനെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ എന്നോട് സമാധാനപ്പെടുത്തി. ഞാൻ എന്നിട്ട് നേരം വിളിക്കുമ്പോൾ ഇപ്പോൾ അറിഞ്ഞ് മദ്രസയിലും സ്കൂളിലും പഠിക്കണ്ട, ഈ ബോംബെ ഇപ്പോൾ ഇവിടെ ബോംബെയിൽ ENT ഹോസ്പിറ്റലിൻ്റെ അവിടെ 2 കട ഉണ്ട്, ഇളനീങ്കാടയും ബേഡിക്കാടയും റോട്ടും വേണം കട. അവസാനം അവിടെ കൊണ്ടുപോയിട്ടിട്ട് അറിയിച്ച് ഇവിടത്തനായിട്ട് പഠിച്ചോ, അവിടെ സ്കൂളാണ്, കുട്ടികൾ എല്ലാവരും സ്കൂളിൻ്റെ അകത്തോട്ട് പഠിച്ചോട്ടെ, പുറത്തിരുത്തിനായിട്ട് പഠിച്ചോന്നും പറഞ്ഞു. അതാണ് എൻ്റെ പഠനം. ആ പഠനം പഠിച്ചിട്ട് ഇപ്പോൾ അവസാനം ആകാശത്തിൻ്റെ മേധം അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോയിപ്പോൾ. അതാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ദൈവം ഒന്നും കൈവിട്ടിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോൾ 4-5 കട ഇവിടെ ഉണ്ട്, നാട്ടിൽ 2-3 സ്ഥാപനമുണ്ട്. അതുപോലെ എനിക്ക് അവിടെ ഇല്ലാത്ത ഇതൊന്നും ഇല്ല. ഈ തെങ്ങുകയറ്റത്ത് അധ്വാനിച്ചിട്ട് ഒരാളെ ₹1 എൻ്റെ ഈ അതിച്ചിട്ടൊന്നും വരുന്നപ്പോൾ ഞാൻ ഹെൽമെറ്റും ബീരം വെച്ചിട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അതിന് അതിനെ യുദ്ധം ചെയ്യാൻ വന്ന കൊള്ളുക, പിന്നെ അതിന് രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ തെങ്ങുകൾ എന്ന് വെച്ചാൽ വളരെ അപകടം പിടിച്ച്, പിന്നെ പബ്ലിക്കിനെ നോക്കണം, കാറ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇളനീര് വീണാൽ അത് സൂക്ഷ്മതയോട് കൂടി ഇറക്കണം. നമ്മുടെ നാട്ടിൽ തൊട്ട് കെട്ടി ഇറക്കലല്ലോ, കയറ് കെട്ടി സൂക്ഷ്മതയോടുകൂടി ഒരേ ഇളനീര് ഇറക്കണം. തേങ്ങ ഇത് ഇറക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇവിടെ പൾസർ വന്ന് നിൽക്കണ്ട, പൾസർ വണ്ടി അവിടെ കൊടുന്ന് നിർത്തിയിട്ട് അതിന് അത്രയും ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇറക്കുമ്പോൾ ഈ പൾസറിൻ്റെ മോൾക്കാട് വീണോട് കൂടി വെച്ചാൽ ഓനാച്ച എന്നെക്കാട്ടിയും വലിയ തെച്ചാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാനാച്ച ഈ കോലത്തിലും അവിടെ അടി വരച്ച് കിട്ടി. എന്നാലും എന്താ സാറെന്നാ പറയാ, ഈ വൈകുന്നേരം വരെ ഈ ഇളനീൻ കച്ചവടം ചെയ്ത് ആകെ 500-600 കിട്ടുള്ളൂ. ഈ ഇളനീന് 56-60 വില. ഈ ഇളനീൻ കച്ചവടക്കാർ ചെയ്തിട്ട് ആ പാവങ്ങൾക്ക് ഒന്നും കിട്ടണില്ല. ഈ മൈസൂർ ഇളനീൻ കൊടുത്തിട്ട് ഈ ബോംബെയിൽ കൊടുത്തിട്ട് ആ പാവങ്ങൾക്ക് വിറ്റിട്ട് വൈകുന്നേരം വരെ 700-800 കിട്ടണത്. അതിൽ മുനിസിപ്പാലിറ്റി പോലീസായിട്ട് കൊണ്ടുപോകും. ആ പാവങ്ങളെ ജീവിതചേട്ടൻ എന്നിട്ട് അവർ എങ്ങനെയൊക്കെ ഇപ്പോൾ ബംഗാളികൾക്കും ബയ്യന്മാർക്കും ഒക്കെ കട നടത്താൻ കൊണ്ടുള്ള ഈ പാവങ്ങൾ ഇന്ന് കണ്ണി കണ്ട രാജ്യത്ത് പോയിക്കണേ. ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്നത്തെ ഏതായാലും പണി കഴിഞ്ഞു സാർ. എത്ര എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറയാണ്ട് അതിനെ പടത്തോണ്ട് നടന്നു. ഇതെല്ലാം വല്ല ആയത് അത് മതി. ഓക്കെ, അതാണ് റാഫിക്കിൻ്റെ ജീവിതം, റാഫിക്കയുടെ കഥ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ആ സ്റ്റോറി ആകെ ആ റാഫിക്കയുടെ കഥ എങ്ങനെ കൊണ്ടുപോയി. വളരെ ശുദ്ധനായ മനുഷ്യനെന്ന് കമന്റ് വരുന്നുണ്ട്. ശരിയാണ്, ഈ രക്തത്തിൽ ₹1 ആരുടെയും ഇല്ല എന്ന് പറയുന്നത് അങ്ങേറ്റ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ മുംബൈയിലെ തേങ്ങയിടാൻ എന്തൊരു റിസ്ക് ആണെന്ന് ആ പറയുന്ന കഥ പറച്ചിലിൽ തന്നെയുണ്ട്. ഇതൊക്കെ ഒരു വാർത്തയാണോ? തെങ്ങുകയറ്റക്കാരൻ്റെ വാർത്തയാണ് പ്രധാന വാർത്ത. എന്തൊരു വാർത്താ ദാരിദ്ര്യം എന്ന് SK ബാങ്കേഴ്സ് പറയുന്നു. ഇതും ഒരു ജീവിതമല്ലേ ചേട്ടാ? അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചയും ആ മനുഷ്യൻ്റെ ഒരു പോരാട്ടം നിറഞ്ഞൊരു ജീവിതമൊക്കെ അതും പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇങ്ങനെ ഈ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതും വാർത്ത തന്നെയാണ്. മക്കളെ, 1 സെന്റിന് ₹1,00,000 വെച്ചിട്ട് 2 ഏക്കറും 17 സെന്റ് സ്ഥലം നമ്മളെ കയ്യിൽ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. പൊന്നുമക്കളെ, നിങ്ങളോട് പറയാന് ഹോസ്പിറ്റല്, കോളേജ്, വില്ല പ്രോജക്ട്, വീടുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ 2 ഏക്കറും 17 സെന്റ് സ്ഥലം. മുറിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ്. 1 സെന്റിന് ₹1,00,000 വെച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ നെഗോഷ്യബിൾ ആണ്. അതിൽ ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ മുറിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വൈയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, മാന്യമായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് കൂടും. വേറൊരു കുഴപ്പമില്ലട്ടാ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഭാഗത്താണ്. എന്ന് വെച്ചാൽ എടപ്പാൾ നിന്ന് ഒരു 5 കിലോമീറ്റർ പരിധിയിലാണ് ഒരു പൊന്നുമക്കളെ ചേകന്നൂർ പറഞ്ഞ സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം അടുത്തായിട്ടാണ് നമ്മളെ മലബാർ ഡെന്റൽ കോളേജ്, അത് മാത്രമല്ല MES കോളേജ്, ഓഡിറ്റോറിയങ്ങൾ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിക്കുക. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കച്ചവടാക്കൂലേ. പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണം. പിന്നെ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യണേ. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണെങ്കിലോ ഫോളോ ചെയ്തിട്ട് ദബട്ടെ കൊണ്ടുപോയി വെക്കണം. എവിടെ? നിങ്ങളെ ഹൃദയത്തിനകത്ത് നമ്മളെ കൊണ്ടുപോയി വെക്കണം എന്നാണ് നമ്മൾ പറയണത്. അത് നിങ്ങൾ മറക്കരുതേ. ഇന്ന് ദീപാവലിയാണ്. ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എല്ലാവരോടും ഗ്രൂപ്പിലെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ദിവാലി എന്ന് പറഞ്ഞാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൂടി. ഹാപ്പി ദിവാലി. അടുത്ത കൊല്ലം എൻ്റെ അപ്പാക്ക് ഇതേമാതിരി ഈ ദീപാവലിയൊക്കെ ഒന്ന് അടുത്ത കൊല്ലം ഇതേമാതിരി കാണാനുള്ള അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ. ഹാപ്പി ദീപാവലി, പെരുന്നാൾ, നബിദിനം, അങ്ങനെ പല പരിപാടിക്കും അള്ളാഹു ഈ പ്രായമുള്ള ആൾക്കാരെ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹാപ്പി ദീപാവലി. ഇപ്പം അതെല്ലാവരോടും പാടിക്കൂടെ കിട്ടുന്നു. മുംബൈ നഗരവാസികളുടെ തലയിൽ തേങ്ങ വീഴാതെ സുരക്ഷിതരാക്കുന്ന ഒരു മലയാളിയെ ഇനി പരിചയപ്പെടാം. തെങ്ങ് കയറ്റക്കാർക്കിടയിൽ വ്യത്യസ്തനായ മുഹമ്മദ് റാഫി. മുംബൈക്കാർക്ക് ഏറെ വേണ്ടപ്പെട്ടയാളാണ് ഈ കുറ്റിപ്പുറക്കാരൻ. തെങ്ങിൽ കയറാനായിട്ട് തളപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് മുഹമ്മദ് റാഫി. മുംബൈ കോർപ്പറേഷൻ ചില കുഴപ്പം പിടിച്ച തെങ്ങുകളുടെ കാര്യം വരുമ്പോൾ റാഫിയെ വിളിക്കും. റാഫി വിളിച്ചിട്ട് എന്താണ് റാഫി വിളിച്ചിട്ട് പറയാ? അല്ല, അത് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, ഒന്ന് വേഗം പോയിട്ട് ആ തെങ്ങിന്റെ മുളന്ന് കയറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ അവിടെ എത്തും. മറ്റുള്ള തെങ്ങറ്റക്കാരെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അവർക്കൊന്നും ഈ റിസ്ക്കുള്ള തെങ്ങിന്റെ മുള അവർക്ക് കയറാൻ പറ്റില്ല. കയ്യിൽ ചെറിയൊരു മരച്ചില്ല് പിടിച്ചാണ് റാഫിയുടെ തെങ്ങ് കയറ്റം. അതിനൊരു കാരണമുണ്ട്. ആക്രമണകാരികളായ പരുന്തുകളെ തുരത്താനുള്ള വിദ്യയാണത്. നാട്ടിലേതുപോലെയല്ല ഇവിടെ. മിക്ക തെങ്ങുകളിലും പരുന്തിന്റെ കൂടുണ്ടാകും. ഈ തെങ്ങിന്റെ മുകളിൽ കയറുമ്പോ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ആട്ടുമ്പോഴാണ് ആ പരുന്ത് ഇവിടെ വന്ന് ചെവി ഉണ്ടല്ലോ, ഈ മുഖം കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് മാതി. പല തവണ എനിക്ക് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന് ഈ തൊപ്പിയും വെക്കും, ഇതും വെക്കും. എന്നിട്ട് ഇങ്ങനെ വീശിട്ടാണ് അതിന്റെ മുകളിൽ പോവുക. തേങ്ങയിൽ നിന്നുള്ള ലാഭമൊന്നും കോർപ്പറേഷന് വേണ്ട. റോഡരികിലെ തെങ്ങുകളിൽ നിന്ന് വളരെ സുരക്ഷിതമായി തേങ്ങയും മടലും വെട്ടിയിറക്കണം. ആ റിസ്ക് ഏറ്റെടുക്കാൻ റാഫി എപ്പോഴും തയ്യാറാണ്. കരാറടിസ്ഥാനത്തിലാണ് ജോലി. ആദ്യം നാട്ടിൽ നിന്ന് തെങ്ങുകയറ്റക്കാരെ എത്തിച്ചിരുന്നു. പിന്നെ ആളെ കിട്ടാതായതോടെ റാഫി തന്നെ രംഗത്തിറങ്ങി. ഞാൻ എവിടെയെങ്കിലും ഒരു തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പണിയും ഞാൻ അത്ര അപകടം പിടിച്ച ഏത് വാഹനത്തിന്റെ ഈ തെങ്ങിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വാഹനം നിർത്തിയിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് അവർ തേങ്ങ പോലും വീഴാതെയാണ് എൻ്റെ വർക്ക്. നേരെ മറ്റേ തെങ്ങേറ്റക്കാർ വരും, പക്ഷെ അവരെ കൊണ്ട് പറ്റൂല. കോർപ്പറേഷൻ എന്നല്ല, ആര് സഹായം ആവശ്യപ്പെട്ടാലും രാവിലെ നഗരത്തിലെ തിരക്കേറും മുൻപ് ഒരു സഹായിയെയും കൂട്ടി റാഫി എത്തും. തെങ്ങ് കയറി കിട്ടുന്ന ഈ കരിക്കും തേങ്ങയും തന്നെയാണ് വരുമാനം. തൻ്റെ ഇളനീർ കടകളിലേക്കാണ് ഇത് എത്തിക്കുന്നത്. തെങ്ങിനൊപ്പമുള്ള മറുനാട്ടിലെ ഈ യാത്ര തുടങ്ങിയിട്ട് വർഷം 13 പിന്നിടുന്നു. റിസ്ക് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസമാണ് ഈ കുറ്റിപ്പുറംകാരന് എന്നും കരുത്ത് പകരുന്നത്. ജെയ്സ് നിർമ്മല കുര്യൻ, മനോരമ ന്യൂസ്, മുംബൈ. ഞാനും ഇപ്പോൾ 10-20 കൊല്ലമായി ഈ തെങ്ങേറ്റം തുടങ്ങിയിട്ട്. കൂടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ വക തെങ്ങുമ്മ ഒരു പണിക്കാരെ കൊണ്ട് കയറാൻ പറ്റൂല. അതേപോലെ വാങ്കട സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ട് കുറച്ച് തെങ്ങുകൾ. അതും മൂപ്പര് ഇങ്ങനെ കയറാൻ പറ്റാണ്ടായപ്പോൾ മൂപ്പര് തന്നെ തെങ്ങേറ്റം പഠിച്ച് ഏത് തെങ്ങുമ്മേ കുത്തിപ്പിടിച്ച് കയറും. പക്ഷെ പണിക്കാരെ കൊണ്ട് അത് പറ്റില്ല. നമ്മൾ വിചാരിക്കുമ്പം ഭയങ്കര തള്ളടിക്കണമായിരുന്നു. പക്ഷെ തള്ളല്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. കണ്ട റാ പോലെ തിരിഞ്ഞിട്ട് പിന്നെ ഇസഡ് പോലെ പോയൊക്കെയാണ് ഈ തെങ്ങ്. റാ പോലെ തിരിഞ്ഞിട്ട് ഇസഡ് പോലെ തിരിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ ക്യൂ ഇംഗ്ലീഷ് അക്ഷരത്തിൽ ക്യൂ പോലെയാണ് ആയിരിക്കുന്നത്. അങ്ങനത്തെ വല്ലാത്തൊരു തെങ്ങാണത്. ഉണ്ടോ? എന്താ പറയുക, പാവന്തേ കണ്ട വളഞ്ഞ് തിരിഞ്ഞ് പിന്നെ ABCDFG അങ്ങനെ എസ് പോലെ പോയിട്ട് പിന്നെ എന്താ പറയുക, കണ്ട ആള് തുഞ്ചായത്ത് എത്തി. അപ്പം അങ്ങനെയാണ് മാനുവിൻ്റെ സംഭവങ്ങൾ. എന്ന് വെച്ചാൽ അവൻ പല കഥകളും പറയുന്നുണ്ടെങ്കിലും സത്യമായ കഥകൾ പറയുള്ളൂ. കളവ് പറയില്ല. കാരണം അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ യൂട്യൂബിൽ മാനു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര തള്ളടിക്കുകയാണ് ഓൻ തള്ളടിയുടെ ഉത്സാഹം എന്ന് വിചാരിക്കും. പക്ഷെ തള്ളല്ല കേട്ടോ, നേരോട് പറയണം, സത്യമാണ് പറയണം. പണിക്കാരൊക്കെ ഇട്ടെറിഞ്ഞ് പോയി. ഈ വക ഡേഞ്ചർ തെങ്ങായിരുന്നു. മൂപ്പര് തന്നെ ഇതിപ്പോൾ കുത്തിപ്പിടിച്ച് കയറാൻ പഠിച്ച കാരണം മൂപ്പർക്ക് 10 പൈസ കിട്ടുന്നുണ്ട്, ഉപകാരമാണ്. അങ്ങനെ കണ്ടല്ലോ, ഡേഞ്ചറാണ്. മൂപ്പര് ഒരു തെങ്ങിൻ്റെ കൂലിയൊക്കെ മൂപ്പര് കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കും പിന്നെ ഇവിടെ കിട്ടുന്ന ഇളനീരും അത് ഇതൊക്കെ കൊണ്ട് എന്തായി തുടങ്ങല്ലോ. പിന്നെ ഉറുമ്പുണ്ടോ? ഉറുമ്പുണ്ടോ? അതെ, പരുന്ത് വന്നുണ്ടെങ്കിലും നമ്മളെ കൊത്തല്ലട്ടാ.
ആ ഉറുമ്പില്ല. അത് കാക്കയുണ്ട വട്ടോട്ട് ഓർക്കണം, പരുന്തല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ന് 11/9/25. പിന്നെ ഇതേപോലെ ഡേഞ്ചർ പിടിച്ച പല തെങ്ങുകളും ഉണ്ട്. പക്ഷെ ഇത് അതിലും ഒരു ഡേഞ്ചർ പിടിച്ച തെങ്ങ, കയറാൻ ഭയങ്കര വിഷമോ. എന്നാ തീരെ തുടങ്ങിക്കോ. ഓക്കെ. ഇളനീര് നമ്മുടെ കയറേറ്റി പോകുന്നില്ലേ, അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി വേണ്ട എടുക്കുകയാണ് ഇപ്പോൾ. എന്താ और एक है, और एक 2 है, और 2 नहीं 3 है, और एक ले മുങ്ങാനുള്ളതൊന്നും ഇല്ലെന്ന്. മില എന്ത് ചെയ്യും റബ്ബേ, പടപ്പിനെ ഇത് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെയാ? നല്ല തണുപ്പുണ്ടല്ലേ? ഇന്ന് ഞായറാഴ്ച തെങ്ങ് കയറി വന്നിട്ട് സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി. അപ്പോൾ ഇക്കൊരു ബീഫ് കറി കഴിക്കാനൊരാഗ്രഹം. എൻ്റെ പണിക്കാരൻ കുട്ടി ഇത് ഉണ്ടാക്കിയിട്ടാണ് ചെല്ലാൻ പാടില്ല. അപ്പോൾ ഹോട്ടലിൽ വന്നിട്ട് ഞാനിത് കഴിക്കട്ടാ, അടിപൊളി സാധനം. ഇതൊരു പിടുത്തം പിടിക്കാൻ പോവുകയാണ്.